കടലിനക്കരെ പോണോലേ കാണാ പൊന്നിന് പോണോലേ. ഒരുപാട് പേര് പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. ചൂണ്ടലിടേണ്ടത് പുലർച്ചെയാണെന്നുള്ളത്. ടോക്കൺ നമ്പർ 1. ഹായ് 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 ചങ്ങന്മാരുള്ളവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ സമയം എത്ര വെച്ചാൽ ഒരു 6:30 6:30 ഈ ഒരു നേരത്തെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് തോട്ടിലേക്ക്. ഞങ്ങളിവിടെ ആരും ഈ ഒരു നേരത്തെ ചൂണ്ടയൊന്നും ഇടാറില്ല കേട്ടോ. കുറച്ച് നേരത്തെ ഞാൻ നീച്ചപ്പോഴൊക്കെ നല്ല ഒരു കോട വൈബൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലാരും നീച്ചിട്ടില്ല, അമ്മയും ചിന്നൊന്നും നീച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ അതിരാവിലെ നല്ലത്, എന്നാലും ഇപ്പോൾ ഒന്ന് വെളിച്ചം വന്നതാണ്. ഈ ഒരു നേരത്തെ പോയി ചൂണ്ടയിട്ടാൽ എന്താണോ സ്ഥിതിഗതി എന്ന് നോക്കാനാണ്. മീൻ കിട്ടൂല്ല എന്നുള്ളതൊക്കെ കണ്ടറിയണം, പോയിട്ടാൽ തന്നെ അറിയുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നലെ ചെക്കന്മാരോട് ഞാൻ ഈ കേസ് പറഞ്ഞപ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആരെങ്കിലും ആ നേരത്തെ പോകുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാൻ തരാം. ഞാൻ വീട്ടിൽ നിന്ന് ചൂണ്ടലും അതുപോലെ തന്നെ പുയരൊക്കെ എടുക്കട്ടെ എല്ലായിടത്തും സെറ്റായിട്ട് നമുക്ക് ഇറങ്ങാറുണ്ട്. പക്ഷേങ്കിൽ പ്രതീക്ഷയ്ക്കുള്ള ഒപ്പുണ്ടോ എന്നുള്ളതൊക്കെ അറിയില്ല. മഴ വേണമായിരുന്നു. ഇപ്പം ഇന്നലെ ഒന്നും തീരെ മഴ പെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പറയാം. എൻ്റെ വില്ലേജൊന്നും ഉണർന്നിട്ടില്ല കേട്ടോ. വില്ലേജൊക്കെ ഉറക്കത്തിലാണ്. എന്താ വീട് തുറന്നിട്ടില്ല. ആ വീട് ഏത് വീട്ടിൽ തുറന്നിട്ടുണ്ടാവില്ല. എല്ലാവരും ഉണർന്നേ ഉള്ളൂ. ആളുകളൊക്കെ ഉണർന്നിട്ടുണ്ടാവും. പക്ഷേങ്കിൽ വാതിലൊക്കെ തുറക്കാനാവുന്നുള്ളൂ. ഞാൻ നേരെ തോട് പിടിക്കട്ടെടാ. ആഹാ, പാടത്തോടെ ചെറിയ രീതിയിൽ കോട ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കോട ഉണ്ട് ഇവിടെ. പിന്നെ പുല്ലിലൊക്കെ നല്ല വെള്ളം, നടക്കുമ്പോഴൊക്കെ കാലിലൊക്കെ വെള്ളമാവാണ്. വെള്ളാട്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ പാടമൊക്കെ. പക്ഷെ തോടാകെ തെളിഞ്ഞടക്കാൻ വേണ്ടി പാടില്ല നമ്മളുടെ തോടും പാടൊന്നും. അങ്ങനെ കാരണം നമുക്ക് മീൻ കിട്ടില്ല. നമ്മൾ അങ്ങോട്ട് മേലേക്കാണ് പോകുന്നത്. മേലാ ഭാഗത്തേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല ചൂണ്ടയിട്ടാണ്ട്. അവിടേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ 2 തോടുണ്ടെന്ന് ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം പറഞ്ഞായിരുന്നു. അതിൽ 2 തോട്ടിലും നമ്മൾ ഇടുന്നില്ല. നമ്മൾ ആ ഒറ്റ തോട്ടിലിടുന്നുള്ളൂ. അത് ഈ ഒരു തോട്ടിൽ വെള്ളം തീരെയില്ല. അടിഭാഗം കാണുന്നുണ്ട്. എൻ്റെ പാൻറ്റൊക്കെ നനഞ്ഞു പുല്ലുകൂടെ നടന്നിട്ട്. വാവ്. അപ്പം ഈ ഒരു നേരത്തെ ചൂണ്ടയിടാണ്ടായ ഭ്രാന്ത് വേറെ ഒന്നുമല്ല. നമ്മൾ സാധാരണ ഒരുപാട് പേര് പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. ചൂണ്ടലിടേണ്ടത് പുലർച്ചെയാണെന്നുള്ളത്. ഇവിടെയൊക്കെ അടി കാണുന്നുണ്ടോ? വെള്ളമല്ല ഇവിടെ അടി കാണുകയാണ്. അതുകൊണ്ട് ഒരുപാട് മേലേക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് കഞ്ഞി ടെസ്റ്റ് അടിച്ച് നോക്കിയാലോ. ഈ ഒരു സൈഡിൽ കഞ്ഞി ടെസ്റ്റ് അടിച്ച് നോക്കാം. പാടട്ടാ. അടിപൊളി. അപ്പോൾ കഞ്ഞി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കുകയാണ്. ഇവിടെ എല്ലാം എൻ്റെ ലക്ഷ്യം കുറച്ചുകൂടി മേലേക്കാണ്. അല്ലെങ്കിൽ അവിടെ പോയിട്ട് കണ്ട് റിട്ടേൺ പോരുമ്പോൾ ഇവിടെ നോക്കാം. ഏതായാലും നമ്മൾ ഇതിൽ തന്നെ വരിക. നമ്മളെവിടെയാണ് കരുതിയത് അവിടെ തന്നെ ഇടാം. ഇല്ലെന്നാണെങ്കിൽ അവിടെ കൊത്തിയിട്ടില്ലെങ്കിലേ പെട്ടെന്ന് കയറി പോകേണ്ടി വന്നു. ഒന്ന് വെയിറ്റ് ചെയ്യൊക്കെ വേണം. പാടം പൂത്ത കാലം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഒരു ജസ്റ്റ് ഉള്ള എൻ്റർടൈൻമെൻറ്റ് ഒക്കെ ഒരു ഹാപ്പിനെസ്സാണ്. വേറെ ഒന്നുമില്ല. വേറെ ചിലപ്പോൾ മീനൊന്നും കിട്ടിയെന്നൊന്നും വരില്ല. ഇവിടെ നല്ല സ്പോട്ടാടാ. ഇവിടെ ഒന്ന് ഇട്ടോക്കാം നമുക്ക് വേണമെങ്കിൽ. അല്ല വേണ്ട, നമ്മൾ കരുതി കൊടുത്തേക്ക് തന്നെ പോയി അവിടെ ഇടൂലോ. ഇപ്പോൾ സമയം 6:45 ആവുണ്ടാവും കേട്ടോ. 6:45 ആവുണ്ടാവും. വീട്ടിൽ നിന്ന് 5 മിനിറ്റിലേറെ നമ്മൾ നടന്നു. എന്നാലും നോക്കാം നമുക്ക്. നല്ല പുല്ലാണ്. ഇത്രയും പുല്ല ആകെ നനഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേ നമുക്ക് ഇടാനുള്ള സ്ഥലങ്ങൾ. ഇതിലൊക്കെ ഈ പുല്ലൊക്കെ പന്നി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ഒരു ചെറിയൊരു കാട്ടിലൊക്കെ പന്നികളുണ്ടാവും. പന്നികൾ മാത്രമല്ല പാമ്പൊക്കെ ഉണ്ടാവും. മുറുക്കം പാമ്പാണ് ഇവിടെ കൂടുതലായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യല്. ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ഒരു ദിവസം തേകി പിടിച്ച സ്ഥലങ്ങളാണ്. അതായത് ചൂണ്ടയിടാൻ പണിയൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ നമ്മളുടെ ക്യാമറിനെയും അതായത് വീഡിയോ കൂടി എടുക്കുമ്പോഴേക്കാണ് ബുദ്ധിമുട്ടാവുന്നത്. ചൂണ്ടലൊക്കെ ഇന്നലെ ഒന്നും കൂടി ക്ലിയർ ആക്കി ഉണ്ടാക്കിയിട്ടാണ്. പക്ഷെ ഇത്ര നീളം വേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് തോട്ടിലേക്ക് തന്നെ ഇട്ടിട്ട് അളവ് ക്ലിയർ ആക്കിയത്. അത് ഭയങ്കര നീളം വേണ്ട. അപ്പോൾ ഒന്ന് മടക്കട്ടെ. തോരനൊക്കെ വെക്കണം. ഇപ്പം നേരം മുഴുക്കെ പൂർണ്ണമായിട്ട് സൂര്യനെ വെച്ച് വെള്ളം ചൂടായി കഴിഞ്ഞാൽ കിട്ടൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നേരത്തെ ഇറങ്ങിയതിൻ്റെ കാരണം. കിട്ടൂല. ഇതൊരു ടെസ്റ്റിങ് കൂടിയാണ്, ഒരു പരീക്ഷണം കൂടിയാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇതുവരെ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞില്ലേ
ഈ ഒരു സമയത്ത് ചൂണ്ടിടാറില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പരീക്ഷണം കൂടിയാണ്. ഞാൻ എടുത്തിട്ടുള്ള പുയലാണ്. രാവിലെ കിട്ടാൻ സുഖമുള്ളൊരു ഏരാന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഉള്ളൂ. അങ്ങനെ പുയർ തന്നെ ആയിക്കോട്ടെ എന്ന് വരും. അങ്ങനെയെങ്കിൽ ആ കാണുന്നതാണ് നമ്മളുടെ പൊങ്ങ്. നമ്മൾ ഇട്ട് വെച്ചിക്കണേ, നോക്കാം നമുക്ക് കൊത്തില്ല എന്നുള്ളതൊക്കെ. സാധ്യത ഉണ്ട് കേട്ടോ പകല് രാവിലെ. പക്ഷേങ്കിൽ നമ്മൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇതിന് ഭാഗ്യം വേണം. ഇതിന് വെറുതെ ചൂണ്ടലും കൊണ്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല. കൊത്തുന്നില്ല. നമ്മളെ സ്ഥലം മാറ്റേണ്ടി വരും. നമ്മൾ മിക്കവാറും കുറച്ചും കൂടി മേലേക്ക്, ഞാൻ കയറിയ സ്ഥലത്തല്ല, കുറച്ച് മേലെ ആയിരുന്നു. ഇതിനിങ്ങനെ കണ്ടപ്പോഴേ നല്ല ഒതുക്കുള്ള സ്ഥലമാണ്. പക്ഷേങ്കിൽ ഇവിടെ നടക്കില്ല, ഇവിടെ നടപടി ആവില്ല. നമ്മൾ കടുങ്ങാലി മാത്രമല്ല കേട്ടോ ഇന്ന് ലക്ഷ്യം. കടുങ്ങാലിയാണെങ്കിൽ നമ്മൾ പുയരുമ്പോൾ വല്ല ഇട്ടിട്ട് കാര്യമില്ല, കിട്ടൂല. പുൽച്ചാടിയോ അല്ലെങ്കിൽ വേറെ ഇത് പാലിഞ്ഞുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. കാങ്ങന്തോട്ടൊക്കെ കണ്ടങ്ങൾ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് എൻ്റെ മോനെ വേറെ വൈകിപ്പെട്ട പുയര. പുയരൊക്കെ ആക്സിഡൻറ്റ് പറ്റിയേക്കണ്ടോ? ഇപ്പോൾ ചെറുവാഗിയാണ്. പുയരൊക്കെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ചെറുവാഗിയാണ് കൊത്തുന്നത്. അപ്പോൾ നമ്മൾ വൺ മോർ ടൈം ഒരട്ടം കൂടി ഇട്ട് നോക്കാം. ചെറുവാഗ കുത്തിനോടത്തെ വലുതുണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ വെറുതെ മണ്ടിപ്പാഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കൊത്തുണ്ടെങ്കിൽ കൊത്തൊക്കെ മുഴുവനായിട്ട് കിട്ടിയിട്ട് പോകാൻ പാടുള്ളൂ. പിന്നെന്താ വെച്ചാൽ നമ്മുടെ ഈയുണ്ട് ഇതുമ്മേ. അപ്പോൾ ഈയത്തിനൊന്ന് ചെറുതാക്കണം. ടോക്കൺ നമ്പർ 1 ആരലാണ്. നല്ല അടിപൊളി ഒരു ചെറിയൊരു മീഡിയം സൈസ് ആരൽ. ടോക്കൺ നമ്പർ 1 കേട്ടാ. ഓക്കെ, ഇവിടെ തന്നെ കിട്ടിയത്. നമ്മൾ ഇവിടെ തന്നെ ട്രൈ ചെയ്യുകയാണ്. ഇനി ഇത് കൊത്തിയത് ഷെറായിട്ടല്ല കൊത്തിയത്, പക്ഷേ ശരിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവനെ എടുത്ത് ഊരിയിട്ട് നന്നായിട്ട് മുണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇട്ടിട്ട് ഒരു അരമണിക്കൂറിനുള്ളിലാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം തിരക്കിടില്ലാത്തൊരു സൈസ് ആരൽ തന്നെയാണ്. അതായത് കുട്ടിയിൽ നിന്ന് വിട്ട് ഒരു ചെറുപ്പക്കാരനിലേക്ക് എത്തിയിട്ടുള്ള ഒരാരൽ. നേരത്തെ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് അട്ടിന്ന്. പക്ഷെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്താ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇറക്കി കൊടുത്താൽ മതി. ഈ ആരിലധികം ഈ പുല്ലുകളുടെ ഗ്യാപ്പിൽ ഒക്കെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്തതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. അതവേ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലാ. നല്ല കൊതുകുണ്ട്. കൊതുകടിയൊക്കെ സഹിച്ചേണ്ടി കേട്ടോ ഈ പരിപാടിക്ക്. ആ ഒരു മീൻ തന്നെ ഉള്ളൂ എന്നൊക്കെ തോന്നുന്നു. സാധാരണ ഒരു ആരൽ കിട്ടിയാൽ അതിൻ്റെ അടുത്തും അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ആരലുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവലുണ്ട്. പക്ഷേങ്കിൽ പിന്നെ കൊത്തിയിട്ടില്ല, പിന്നെ കൊത്തണില്ല, പിന്നെ കൊതുകടിയാണ്. പുയരയും മീനും ചൂണ്ടയൊക്കെ എടുത്തിട്ട് കുറച്ചും കൂടി മേലേക്ക് കയറുക കേട്ടോ. വേറൊന്നുമല്ല, അവിടെ പിന്നെ കൊത്തിയിട്ടേ ഇല്ല. നമ്മൾ ഒരുപാട് സമയമില്ല നമ്മൾക്ക്, അതാണ് വിഷയം. അപ്പോൾ വീണ്ടും മുമ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ സ്പോട്ടുകൾ. നമുക്ക് നോക്കാം, നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് ഇടാം. ആ സൈഡാണെങ്കിൽ ഉണ്ടായിരുന്നു അല്ലേ, ആ സൈഡ്. പക്ഷേ ആ തെങ്ങിൻ്റെ പറ്റേ ഭയങ്കരമാണ്. നമ്മൾ തേങ്ങ തന്നെ കണ്ടല്ലോ ഞങ്ങൾ. ഇനി പ്രതീക്ഷ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു സ്പോട്ടും പിന്നെ നമുക്ക് മേലെ അവിടെ ഒരു സ്പോട്ടും കൂടി ഉണ്ട്. അതും അവിടെയും കൂടി നമുക്ക് കുറച്ച് ഇട്ട് നോക്കാം. ഇവിടെ ഇടാം. എന്താ ആ പടവിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആരലുകളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവും. നമുക്ക് കിട്ടിയ മീൻ തന്നെ പിടിക്കാമെന്ന് എഴുതിയിട്ടാണ്. ഇവിടെ മഞ്ഞയിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങളുടെ മഞ്ഞയിലെന്നാണ് പറയുക, ഈലെന്നോ എന്താണ് ബാക്കിയുള്ളടത്തൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ പടുവ് ഏരിയയാണ്. പക്ഷെ ഇവിടെ കല്ല് കുത്തിപ്പൊന്തി നിൽക്കുന്നുണ്ടാവും. അവമ്മലൊക്കെ ചൂണ്ടിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയും വേണ്ട. എന്തായാലും ഇട്ട് വെച്ചിക്കണേ. ഞാൻ നോക്കട്ടെ കൊത്തുമില്ല എന്നുള്ളത്. ഇന്നലെ മഴ പെയ്തിക്കണമെങ്കിൽ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാകും. ഇന്നലെ മഴ പെയ്തില്ല, അതാണ് വിഷയം. നല്ല ചീനാപ്പറങ്കി പഴുത്ത് മൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയായിട്ട് കാണുന്നത്. വാവ്, അടിപൊളി. നല്ലൊരു ചെടിയാണ്, ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തോടിൻ്റെ അക്കരെ പിടിക്കാനുള്ള പരിപാടിയാണ്. തോട്ടിൻ്റെ അക്കരെ ഇതിലങ്ങനെ ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ഇട്ടത് അവിടെ ആയിരുന്നു കേട്ടോ. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. ഒഴുക്ക് കൊണ്ടൊന്നും കാര്യമില്ല. ഒഴുക്കിൽ കിട്ടുന്ന മീൻ ഒഴുക്കൊണ്ട് കിട്ടുമോ? അപ്പോൾ അതിനകത്തേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലൊക്കെ കിട്ടും. പക്ഷേങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഇപ്പോഴെല്ലാം ഉണ്ട്. രാത്രിയാണുള്ളത്. രാത്രി ഇട്ട് നല്ല മഞ്ഞയിൽ. നമ്മൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഗ്യാപ്പുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, പക്ഷേങ്കിൽ അവിടെ നമുക്ക് പറ പിടിച്ചിരിക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിലിട്ടെ. ഇത് ഞങ്ങളുടെ തിയേറ്ററാണ്. അതിൽ മെയിൻ റോഡ് പോകുന്നുണ്ട്. വാവ്, ഫുള്ളായിട്ട് കഴിഞ്ഞു തോട്ടാട്ടാ. അമ്മൻ്റെ ഒക്കെ മുതലാളിമാരതാണ് ആയിരുന്നു. പരതാണ് ആവട്ടെ, സെയിലായണ എന്താ അറിയില്ലേക്ക്.
ഏതായാലും ഇതിലൊക്കെ മുമ്പ് കുറേ കളിച്ചിരുന്നത്. വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വിട്ടോക്കാം. ഞാൻ പിന്നെയും വന്നു. ഞാൻ അതിലൊക്കെ കറങ്ങി അടിച്ച് അവിടെ ഒന്നും സ്ഥലമല്ല ഇടാൻ. വെള്ളം വളരെയധികം കുറഞ്ഞു, അതാണ് ഉണ്ടായത്. നമുക്ക് ആകെയുള്ളൊരു നല്ലൊരു സ്ഥലം എന്ന് പറയാൻ ഇപ്പോൾ തന്നെ ഉള്ളൂ. അവിടെ ഒന്ന് ഇരുന്നിട്ട് എനിക്ക് ഒരു സുഖം കിട്ടുള്ളൂ. കൊത്തണമില്ല, എവിടെയും കൊത്തുന്നില്ല. ഇവിടെ തന്നെ നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം സമയം എത്രയെന്നറിയാം? നമ്മൾ 6:45 തോട്ടിലേക്ക് എത്തിയതാണ്. 7:50 1 മണിക്കൂർ കഴിഞ്ഞു. ആകെ ഒരു മീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആകെ ഒരു കൊത്തേ നമുക്ക് കൊത്തിയിട്ടുള്ളൂ. ആ 2 കൊത്ത്, അത് 2 കൊത്തും ഇവിടുന്നായിരുന്നു. ഒരു കൊത്ത് കൊത്തിയതിനെ കയറ്റി ചെയ്തു. നടപടിയാവില്ല, നമുക്ക് പോവാം. പോവാന്ന് പറഞ്ഞാൽ വീട്ടിലേക്കല്ല കേട്ടോ, നമ്മൾ കുറച്ചുകൂടി താഴത്തെ എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ വരുന്ന വഴിയിൽ കണ്ട ഗ്യാപ്പുകളുണ്ടല്ലോ, അവിടെയൊക്കെ എന്താ അവസ്ഥ നോക്കാം നമുക്ക്. ഇവിടെയൊക്കെ കണ്ടങ്ങൾ നിലം കാണുകയാണേ, വെള്ളം തീരെ ഇല്ലെന്നാണെങ്കിലൊക്കെ പരിപാടി നടന്നിരുന്നു. അപ്പോൾ രാവിലെ ചൂണ്ടയിടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കും. പക്ഷേങ്കിൽ അതിനെ പറ്റിയ സാഹചര്യമാണോ നോക്കണം, അത്രേ ഉള്ളൂ. ഇന്നെപ്പോലെ ചെയ്യരുത്. ഞാൻ തോട്ടിലെ വെള്ളമൊക്കെ വറ്റി കണ്ടിട്ടും ഇറങ്ങിയതാണ്. ഇതിൻ്റെ പേരാണ് സെമിയ ഫുൾ. പണ്ട് ഞങ്ങളുടെ വില്ലേജിൽ മാത്രമല്ല, ഈ നാട്ടിലെല്ലാവരും വന്നിട്ട് ഇതിന് ചുറ്റും കല്ലുകളുണ്ടാവും തിരുമ്പി കുളിക്കാൻ വേണ്ടിയിട്ട്. കല്ലുണ്ടായിരുന്നു, ഇതിന് നല്ല ആയം ഉണ്ടായിരുന്നു. ഇപ്പം ആയമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ വളരെയധികം ആയം കുറവാണ്. ഇപ്പം ആയമൊന്നുമില്ല. എന്താ പറയുക, ബക്കറ്റും പാട്ടയും അതുപോലെ തന്നെ കയറൊക്കെ ആയിട്ട് വരും. അതൊന്ന് മുക്കിയിട്ടാണ് വെള്ളം എടുത്തിരുന്നത്. പക്ഷേ എങ്കിൽ ഇന്ന് ഇതൊക്കെ നശിച്ചു. എല്ലാവരുടെ വീടുകളിലേക്ക് വെള്ളം എത്തിയപ്പോഴേ ആർക്കും ഇതൊന്നും വേണ്ടല്ല. കടലിനക്കരെ പോണോലേ, കാണാ പൊന്നിന് പോണോലേ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ. അങ്ങനെ തോടൊക്കെ നടന്ന് ഞങ്ങളുടെ അവസാനം ഞങ്ങളുടെ പാലത്തിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. നൈറ്റിൽ നമ്മൾ ഇവിടെ ആയിരുന്നു ഒരു ദിവസം ഇട്ടിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒന്നര വെള്ളമല്ല കണ്ടോ, അതൊക്കെ അടി കാണുകയാണ് തോട്. മെയിനായിട്ട് അതാ 2ാമത്തെ തോടാട്ടോ. പിന്നെ ഇതിൽ ആളുകളൊക്കെ ഇങ്ങനെ പാസ്സാവും, ഓരോക്കെ കാണാം. ചെക്കന്മാർ വരും, ഓരോ പൂമാടലും കേൾക്കാം. അതൊരു സുഖം അല്ലേ. ഏതായാലും ഇവിടുന്ന് കിട്ടുമൊക്കെ. ചിലപ്പോൾ പാലത്തിന് കിട്ടാൻ സാധ്യത ഉണ്ട്. ഈ രാവിലെ തന്നെ പോയി ഇടാനോ ചടപ്പ്. ഈ പാലത്തിൻ്റെ അടിയിൽ ഒരു ആരലുണ്ട്. അതായത് എനിക്ക് 2-3 കൊത്ത് കിട്ടി, എന്നിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവനെ കിട്ടുമോ നോക്കുന്നത്. അവനെ കിട്ടുമോ നോക്കുക, ചാൻസ് ഉണ്ട്. കൊത്തുണ്ട് കണ്ടോളി. ചിലപ്പോൾ വലിച്ചു കയറ്റുന്ന ഒരു ഷോട്ടിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞണ്ടാണോ അറിയില്ല, കൊത്തുന്നുണ്ട്. പക്ഷെ വലിയൊരു കൊത്തണമില്ല. വെയിറ്റ് ചെയ്യാം. സമയം 9:10 അപ്പം ഞാൻ കിട്ടിയ മീനുമായിട്ട് വീട്ടിലേക്ക് ഇട്ടാ. കിട്ടിയ മീൻ അറിയാൻ നമ്മൾക്ക് ആകെ ഒരു 6 മാത്രമേ കിട്ടിയത്. എന്നാൽ പോലും നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉള്ളൂ. രാവിലെ ഇറങ്ങിയാൽ മതി എന്ന് പറയും, പറ്റും. പക്ഷേ എങ്കിൽ എന്ത് വേണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം വേണം, സാഹചര്യം നോക്കണം. ഇവിടുന്ന് അങ്ങനെ കയറി വീട്ടിലെത്തണം. ഓടാനും പോണ്ടേ. അതാണ് ഞാൻ നേരത്തെ ഇറങ്ങാനുള്ള ഒരു കാരണം ഉണ്ടായത് കേട്ടോ. നേരത്തെ ഇറങ്ങേണ്ട ഒരു കാരണം അതാണ്, ഓടാനും പോവാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു വെള്ളം വരെ കൊണ്ടുവരുന്നതാ. മീനാണ് ചാടി, വെള്ളമൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിലും കുറച്ച് കൊക്കെ ഈർപ്പൊക്കെ അങ്ങനെയും കൊണ്ടുവരുന്നു. ഒന്നാണെങ്കിൽ എന്താ അല്ലേ, ഒന്നാണെങ്കിൽ എന്താ നമുക്ക് കിട്ടിയില്ലേ, ആരൽ മീൻ. ആരും നീച്ചിട്ടില്ല, ആരും ഉറങ്ങണം. പിന്നെ ഈ ഒരു ചെറിയൊരു വീഡിയോ അവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഉള്ള എൻ്റർടൈൻമെൻറ്റ് അതപ്പോൾ ഉണ്ടായത്. എന്തൊക്കെയാലും കുഴപ്പമില്ല. നമുക്ക് അടുത്തതായിട്ട് പിടിക്കും. നമുക്ക് ഇതിനൊക്കെ ഉഷാറായിട്ട് പിടിക്കടാ. അതുപോലെ തന്നെ ചെറിയൊരു ക്യാമ്പിങ്ങും സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അതിന് കുറച്ച് സാധനം കൂടി വാങ്ങണം. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ.